ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. മകൾ ഈ വീഡിയോ കാണുന്നതിൽ പ്രധാനമായിട്ടും 9, 10 അതുപോലെ +1, +2 പ്രധാനമായിട്ടും എടുത്ത് പറയുന്നത് +1, +2 SSLC വിദ്യാർത്ഥികളുടേതാണ്. കാരണം അവർക്ക് പബ്ലിക് എക്സാം പോലെയാണ്. നിങ്ങൾ ഇപ്പോഴും നമുക്ക് വരുന്ന മെസ്സേജുകളിൽ വാല്യൂഷൻ എങ്ങനെയായിരിക്കും, മാർക്ക് പോകുമോ, അതല്ല എങ്കിൽ ഗ്രേസ് മാർക്ക് കൃത്യമായിട്ട് ആഡ് ചെയ്യുമോ, അവസാന സമയത്ത് പണി കിട്ടുമോ എന്നൊക്കെയുള്ള ഒരുപാട് ടെൻഷൻസ് ആണ്. അത് രക്ഷകർത്താക്കൾക്കും അതുപോലെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് വരുന്ന മെസ്സേജുകൾ നോക്കുമ്പോൾ. അപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് പരീക്ഷ എഴുതി കഴിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോഴും ഇതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണോ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു കാര്യം. നമ്മുടെ കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ച് നിങ്ങൾ എഴുതിയിട്ടുള്ള മാർക്ക് കുറയ്ക്കാൻ ഒരാൾക്കും അധികാരമില്ല. ഇനി അങ്ങനെ അഥവാ കുറച്ചാൽ റീവാലുവേഷൻ ഉൾപ്പെടെയുള്ള അനവധി പ്രക്രിയകളിലൂടെ ആ മാർക്ക് തിരിച്ചെടുക്കാം. അതുകൊണ്ട് നിങ്ങൾ എഴുതിയ മാർക്ക് ഒരിക്കലും പോകുന്നില്ല. പിന്നെ എങ്ങനെയാ മാർക്കുകൾ പോകുന്നത്? നിങ്ങളുടേതായിട്ടുള്ള ചില അശ്രദ്ധകൾ, ക്വസ്റ്റ്യൻ നമ്പർ ഇടാതെ പോയത്, ആ രീതിയിലുള്ള കാര്യങ്ങൾ അതെല്ലാം അവിടെ നിൽക്കട്ടെ. എന്തായാലും അത് കഴിഞ്ഞല്ലോ. നിങ്ങൾ എന്തായാലും ഒരു നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ചിലതൊക്കെ ടഫായിട്ടുണ്ട്, അത് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ ഇത് വലിയ രീതിയിൽ എടുത്ത് തലയിൽ വെക്കേണ്ട സമയം അല്ല ഈ വെക്കേഷൻ. കാരണം പലരും പിന്നീട് റിഗ്രറ്റ് അടിക്കുന്ന 2 മാസങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വെക്കേഷൻ. അത് SSLC കഴിഞ്ഞവരായാലും +2 കഴിഞ്ഞവരായാലും. സാധാരണ SSLC കഴിഞ്ഞവർ എന്ത് ചെയ്യും? +1ലേക്ക് ഒരു ബ്രാഞ്ചൊക്കെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും അഡീഷണൽ കോഴ്സോ അല്ലെങ്കിൽ വീട്ടിൽ നല്ല ജോലിയൊക്കെ അടിച്ച് സിനിമയൊക്കെ കണ്ടിരിക്കും. +2 കഴിഞ്ഞവരും അതുപോലെയാണ്. ഇത്രയും നാൾ പഠിച്ചല്ലോ, അവധിയൊക്കെ കിട്ടി അവർ മാക്സിമം എൻജോയ് ചെയ്യും. പക്ഷേ നിങ്ങൾ 2 കൂട്ടർക്കും ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള ടെൻഷൻ അടിയും വാല്യൂഷൻ ആശങ്കകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പ്രത്യേകിച്ച് SSLC-കാർക്കാണെങ്കിൽ നല്ല ബ്രിഡ്ജ് കോഴ്സുകളാണ്. എന്തുകൊണ്ട് +1, +2 കൃത്യമായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നില്ല, ബേസിക്സ് ഇല്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഇനി SSLC-യിൽ നല്ല മാർക്ക് മേടിച്ചാൽ പോലും +1നും +2നും ആവശ്യമായിട്ടുള്ള ചില ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഇപ്പോൾ സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ. അപ്പോൾ ആ ഒരു ബ്രിഡ്ജ് കോഴ്സുകളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബേസിക്സ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് SSLC-കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ പരിപാടി. ഇനി +2 കഴിഞ്ഞവർക്കോ ഇനി നിങ്ങൾ പോകാൻ പോകുന്നത് വലിയൊരു ഇൻഡസ്ട്രി ബേസ്ഡ് മേഖലയിലേക്കാണ്. അത് കോളേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജോലി ആയിക്കോട്ടെ. നിങ്ങളുടെ സ്കില്ലുകൾ വികസിപ്പിക്കാം. മണി മേക്കിംഗ് മാത്രമാണെന്ന് ഞാൻ പറയില്ല. കാരണം നിങ്ങളിപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് 2 മാസം കൊണ്ട് പല വെബ്സൈറ്റുകൾ വഴി മണി മേക്കിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഐഡിയാസ് ഉണ്ടാകും. പക്ഷെ അതിനേക്കാൾ ഒരു ലോങ് ടൈമിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മണി ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഒരു സെൽഫ് ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കാൻ പറ്റുന്നത്, എന്താ ട്രേഡിംഗ് നിങ്ങൾക്ക് ബേസിക്സ് പഠിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ബേസിക്സ് പഠിക്കാം. ബാക്കി സ്കില്ലുകൾ, ഇപ്പോൾ കോഡിംഗ് ഒക്കെ നിങ്ങൾ എഞ്ചിനീയറിംഗ് ഒക്കെ ആണ് നോക്കുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് എത്രയോ ട്യൂട്ടോറിയൽ ക്ലാസ്സുകൾ ഉണ്ടെന്ന് അറിയോ നമ്മുടെ ഇതിൽ. ഇനി മെഡിക്കൽ റിലേറ്റഡ് ആണ് നോക്കുന്നതെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. ഇനി അവസാന സമയത്ത് അഡ്മിഷൻ വിളിക്കാൻ നേരത്ത് താൻ ഇനി അടുത്തത് ഏതെടുക്കണം എന്നാലോചിച്ച് ടെൻഷൻ ആണ് എങ്കിൽ ഇപ്പോഴേ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഓരോ ജോലിയുടെയും സാധ്യതകളും ഇപ്പോഴത്തെ ഡിമാൻഡും മനസ്സിലാക്കാം. അങ്ങനെയൊക്കെയാണ് എങ്കിൽ അവസാന സമയത്ത് ടെൻഷൻ അടിക്കേണ്ടി വരില്ല. നിങ്ങളുടെ മുന്നിൽ വളരെയധികം സമയമുണ്ട്. കാരണം മെയ് വരെ സമയമുണ്ട്. ഈ സമയം വെറുതെ കളയാതെ, അതായത് ടീച്ചർമാർ പണ്ട് പഠിച്ചാൽ മതി സമയം വെറുതെ കളയരുത് എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളോട് പഠിക്കാനൊന്നുമല്ല, നിങ്ങളുടെ ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള കാര്യത്തിൽ സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ബാക്കിയെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഈ സമയം വിനിയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി അടുത്ത +1ലേക്ക് പോകുന്ന വിദ്യാർത്ഥിയാണെങ്കിലും കോളേജോ അല്ലെങ്കിൽ മറ്റൊരു കരിയർ ഓപ്ഷനിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളാണെങ്കിലും നിങ്ങൾക്കൊരു ഡബിൾ എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഉണ്ടാകും. അത് മനസ്സിലാക്കി ഇപ്പോഴേ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ Instagram ID ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് DM-ൽ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകൾക്കും കരിയർ അസിസ്റ്റൻസിനും ഞങ്ങൾ കൂടെ ഉണ്ടാകും. തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി കരിയർ ഗൈഡൻസ് 2026 എല്ലാ പ്രത്യേകിച്ച് +2 സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുക. ഇനി അങ്ങോട്ട് ഏറ്റവും ബെസ്റ്റ് കോഴ്സുകളും അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സും ഉൾപ്പെടെ നിങ്ങളുടെ മുന്നിലേക്ക് അഡ്മിഷൻ സപ്പോർട്ട് ഉൾപ്പെടെ നൽകുന്നതായിരിക്കും. തൽക്കാലം നിർത്തുന്നു. Bye.